മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തെ ഓരോ ജനതയും പുലർത്തിയിരുന്നത്. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകുന്നതാണ് മോദി സർക്കാരിന്റെ നയമെന്ന പ്രഖ്യാപനവുമായാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചത്. കാർഷിക മേഖലയ്ക്ക് സഹായകമാകുന്ന വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും പദ്ധതികൾ ബീഹാറിനും ആന്ധ്രയ്ക്കുമായി ചുരുങ്ങുന്നതാണ് ബഡ്ജറ്റ് വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത്. ആന്ധ്രയ്ക്കും ബീഹാറിനും വൻ പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ്, പുതിയ എയർപോർട്ട്, ഹൈവേ വികസനം എന്നിവയാണ് ബീഹാറിന് നൽകിയ പുതിയ പദ്ധതികൾ. ഒപ്പം ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പരിഗണനയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ആന്ധ്രയ്ക്ക് തലസ്ഥാന വികസനത്തിനും ഹൈവേ വികസനത്തിനുമായി കോടികളുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അന്നയോജന പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, യുവജനക്ഷേമം എന്നിവയ്ക്ക് പരിഗണന, 1 കോടി കർഷകർക്ക് നാച്ചുറൽ ഫാമിംഗിന് ധനസഹായം, കാർഷിക മേഖലയിൽ ഗവേഷണ പദ്ധതികൾ നടപ്പാക്കും, കൂടുതൽ സാമ്പത്തിക പരിഷ്കാരത്തിന് ഊന്നൽ നൽകും, പ്രധാന എണ്ണക്കുരുക്കൾ ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും പ്രത്യേക പാക്കേജ് എന്നിവയും പ്രഖ്യാപിച്ചു. 20 ലക്ഷം യുവാക്കൾക്ക് 5 വർഷത്തിലൊരിക്കൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി, 1000 വ്യവസായ പരിശീലന സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വായ്പ ലഭ്യമാക്കും, വിശാഖപട്ടണം ചെന്നൈ വ്യവസായ ഇടനാഴി എന്നിവയും യാഥാർത്ഥ്യമാകും. ബീഹാറിൽ പുതിയ എയർപോർട്ടും മെഡിക്കൽ കോളേജും ബജറ്റിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ബജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചിരിക്കുന്നത്. കേരളം ഏറെ പ്രതീക്ഷയർപ്പിച്ച പദ്ധതികളൊന്നും കേന്ദ്ര ബജറ്റിൽ ഇടം നേടിയില്ല. വിനോദസഞ്ചാര മേഖലയിൽ വലിയ പദ്ധതികൾ ലഭിക്കുമെന്നായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷകൾ. വിനോദസഞ്ചാര വികസനത്തിൽ വൻ സാധ്യതകളുള്ള പ്രദേശമാണ് കേരളമെന്നുള്ള പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനം ഏവരുടെയും പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു. വൻ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് ബഡ്ജറ്റ് ശ്രവിച്ചവർക്കുണ്ടായത്. കേരളത്തിന് ആദ്യമായി ഒരു ഭരണകക്ഷി MP ഉണ്ടായ സാഹചര്യം ആ MP ടൂറിസം സഹമന്ത്രിയാവുകയും ചെയ്തതോടെ വൻ പ്രതീക്ഷയായിരുന്നു ഉടലെടുത്തത്. ഇന്ത്യയെ ആഗോള ടൂറിസം ഹബ്ബാക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ട്. അപ്പോഴും കേരളത്തിന്റെ ടൂറിസം രംഗത്ത് പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഒഡീഷയെ ടൂറിസം കേന്ദ്രമാക്കാനും ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വൻകിട പദ്ധതികൾക്ക് രൂപം നൽകിയേക്കുമെന്നുമുള്ള വാർത്തകൾ വന്നതല്ലാതെ അവയൊന്നും നിർമ്മല സീതാരാമൻ കേട്ടുപോലുമില്ലെന്നാണ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ വ്യക്തമായത്. കേരളത്തിന് ആകെ പ്രതീക്ഷയും ആശ്വാസവുമുള്ള ഒരു പ്രഖ്യാപനം സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത ദീർഘകാല വായ്പകൾ നൽകും എന്നത് മാത്രമാണ്. വിദേശ നിക്ഷേപ ചട്ടം ലഘൂകരിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. ബഹിരാകാശ മേഖലയ്ക്ക് 1000 കോടിയാണ് അനുവദിക്കുക. സോളാർ എനർജി കൂടുതൽ ഉപയോഗിക്കാൻ പദ്ധതികൾ, കൂടുതൽ തദ്ദേശീയ താപവൈദ്യുതി നിലയങ്ങൾ എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നു. 4 കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനം, 1 കോടി വീടുകൾക്ക് സൗജന്യ വൈദ്യുത പദ്ധതി, 14 വൻകിട നഗരങ്ങൾക്ക് വികസന പദ്ധതികൾ, തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ ഫുഡ് ഹബ്, ഹിമാചൽ പ്രദേശ് പുനർനിർമ്മാണ പദ്ധതികൾക്ക് ഊന്നൽ എന്നിവയും ബഡ്ജറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വസ്ത്രങ്ങളുടെ കസ്റ്റം തീരുവ കുറച്ചതോടെ വസ്ത്രങ്ങളുടെ വിലയും കുറയും. തീരുവ വർദ്ധിച്ചതോടെ പ്ലാസ്റ്റിക്കിന് വില വർദ്ധിക്കും. ക്യാൻസർ മരുന്നുകളുടെ വിലയും കുറയും. മൊബൈൽ ഫോൺ ഇറക്കുമതി തീരുവയും കുറച്ചു. ഇതോടെ മൊബൈൽ ഫോൺ വിലയും കുറയുമെന്നും ബഡ്ജറ്റിൽ പറയുന്നു.